എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്തർപ്രദേശിൽ 2017 ഉത്തർപ്രദേശിൻ്റെ GDP 14.46 ലക്ഷം കോടിയായിരുന്നു. 2025 അത് 36 ലക്ഷം കോടിയിലേക്ക് വളർന്നു. ഉത്തർപ്രദേശിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, 25 കോടി ജനങ്ങളുള്ള സംസ്ഥാനം, 80 പാർലമെൻറ്റ് സീറ്റുള്ള സംസ്ഥാനം, ജനസംഖ്യ അനുപാതത്തിൽ അടുത്ത ക്രമീകരണം വരുമ്പോൾ 125 പാർലമെൻറ്റ് സീറ്റുള്ള സംസ്ഥാനം, ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനം, 571 IASകാർ, 511 IPSകാർ, 652 കൺവെർട്ടഡ് IASകാർ ഒക്കെ ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനം, 403 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം, 57,709 പഞ്ചായത്തുകളുള്ള സംസ്ഥാനം. 2017 യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോൾ സകല മേഖലയിലും കുത്തഴിഞ്ഞ സംസ്ഥാനം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ പാർട്ടിയും യോഗി ആദിത്യനാഥിൻ്റെ വേഷവും അങ്ങ് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിത് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങേരിട്ടേക്കുന്ന സന്യാസ വേഷവും അങ്ങേരുടെ പാർട്ടിയും വെച്ചോണ്ട് അങ്ങേരെ വിലയിരുത്താൻ പോയാൽ അദ്ദേഹം അവിടെ എന്താ ചെയ്തതെന്ന് മനസ്സിലാവില്ല. അത് രണ്ടും അങ്ങ് മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഒരു മനുഷ്യരെന്നെത്തി വേണമെങ്കിൽ നമുക്കത് മലയാളിക്ക് ആ വേഷം കാണുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് പലർക്കും ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ വെള്ളയിട്ട രീതിയിലൊന്ന് സങ്കല്പിച്ചോ. അങ്ങനെ നിൽക്കുന്ന അദ്ദേഹം ഭരിക്കുന്ന പാർട്ടി അങ്ങ് വിട്ടോ. എന്നിട്ട് അദ്ദേഹം UP എന്താ ചെയ്തതെന്ന് നമുക്ക് വിട്ടൊന്ന് നോക്കാം. 2017 തുടക്കത്തിൽ യോഗി അധികാരത്തിൽ വന്ന ആദ്യം തന്നെ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ അഴിമതി അവിശ്വദ്ധ കൂട്ടുകെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം എടുത്ത് തലങ്ങും ബലങ്ങും ഒന്ന് സ്ഥലം മാറ്റി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടന്ന ഉദ്യോഗസ്ഥനെ ഏറ്റവും വടക്കേ അറ്റത്തേക്ക് ഇട്ടു, വടക്കേ അറ്റത്ത് കിടന്നവനെ തെക്കേ അറ്റത്തേക്ക് ഇട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷഫിൾ ചെയ്ത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം തലങ്ങും ബലങ്ങും അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് പ്രവർത്തന മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷമത അനുസരിച്ച് പോസ്റ്റിങ്ങുകൾ കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചുമ്മാ വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നവനൊന്നും പോസ്റ്റിങ്ങുകളില്ലെന്നായിപ്പോയി. 18 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്ത് പ്രവർത്തന മികവ് തെളിയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്തുക, അല്ലാത്തവനെ എടുത്ത് പറപ്പിക്കുമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. അതങ്ങ് നടപ്പി വരുത്തി പുള്ളി, കട്ടാൻ ഡ്രൈ ആയിട്ട് അങ്ങ് നടപ്പി വരുത്തി. അലക്ഷ്യമായി കാര്യങ്ങൾ അശ്രദ്ധയോടെ ചെയ്യുന്ന ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി. ഉത്തരവാദിത്തമൊന്നുമില്ല, അങ്ങോട്ട് മാറ്റി നിർത്തി. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് മാത്രം ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. VIP കൾച്ചർ അങ്ങോട്ട് നിരോധിച്ചു. ഘടകകക്ഷി മന്ത്രിമാരോട് പറഞ്ഞു സ്വത്ത് വെളിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു ഘടകകക്ഷിക്കാരോട്. ഓഫീസ് സിസ്റ്റം 90% ഓൺലൈനാക്കി. ഹാജർ നില ഉറപ്പാക്കാൻ ബയോമെട്രിക് സംവിധാനം കൊണ്ടുവന്ന് നടപ്പാക്കി. കേരളത്തിലും ഈ മെട്രിക് സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ മിഷ്യൻ മാത്രമേ ഉള്ളൂ. ഭരണത്തിലിരിക്കുന്നവരുടെ ഉദ്ദേശം മിഷ്യൻ മേടിക്കുമ്പോൾ അതിൻ്റെ കമ്മീഷൻ മേടിക്കുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാർ ആദ്യത്തെ ദിവസം തന്നെ അത് കളഞ്ഞെന്നുള്ളതാണ്. മിക്ക സ്ഥലത്തും ബയോമെട്രിക് ഒന്നും നടക്കില്ല. KSRTC ബസ്സിൻ്റെ പുറകെ കണ്ടിട്ടുണ്ടോ? ഈ ബസ് അപകടകരമായ രീതിയിൽ പോകുന്നത് കണ്ടാൽ വീഡിയോ എടുത്ത് വാട്സാപ്പ് ഈ നമ്പറിലേക്ക് ചെയ്യൂ. അങ്ങനെയുള്ള നമ്പറിനകത്ത് ഒരു നമ്പറില്ല. എല്ലാ ബസ്സിൻ്റെയും പുറകിലത്തെ ഒരു നമ്പർ അവന്മാർ മായിച്ച് കളയോ അല്ലെ കീറി കളയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരുടെ വായിലോട്ടാണ് ഇത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നത്? അത് നോക്കാൻ ഒരു മന്ത്രിയില്ല കേരളത്തിൽ. പക്ഷേ UP ഇത് ഉറപ്പാക്കാൻ കൃത്യമായിട്ട് ബയോമെട്രിക് സംവിധാനം അങ്ങോട്ട് കൊണ്ടുവന്നു. 45 ഡിപ്പാർട്ട്മെൻറ്റുകളിലെ 525 പര സേവനങ്ങൾ ഒരേകജാലക സംവിധാനം വഴി, നിവേശ് മിത്ര എന്നതിൻ്റെ പേര്, അങ്ങോട്ട് റെഡിയാക്കി നടപ്പിലാക്കി. വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കും. പിന്നെ ട്രഷറി മുഴുവൻ ഓൺലൈനാക്കി. കേരളത്തിൽ എങ്ങനെയാണെന്നറിയാമോ? ഇഷ്ടക്കാരുടെ ബില്ല് മാറിക്കൊടുക്കുന്ന സംവിധാനമാണ് കേരളത്തിൽ. പല കോൺട്രാക്ടർമാർ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ബില്ല് മാറുന്നില്ല, പക്ഷേ മറ്റ് പല ഇഷ്ടക്കാരുടെയും ബില്ല് മാറുന്നുണ്ട്. ആ സംവിധാനം മാറ്റിയിട്ട് മുഴുവൻ അങ്ങോട്ട് ഓൺലൈനാക്കി. അപ്പോൾ ഒരു കളി നടക്കുകയില്ല. ഈ പോലീസ് കമ്മീഷണറേറ്റ് സിസ്റ്റം അങ്ങ് നടപ്പാക്കി. 7 ജില്ലകളിലെ പോലീസ് ഓഫീസർമാർക്ക് മജിസ്റ്റീരിയൽ പവർ അങ്ങോട്ട് കൊടുത്തു. മജിസ്ട്രേറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ പരമാവധി കേസുകൾ ഒത്തുതീർപ്പാക്കാവുന്ന എല്ലാം തീർക്കാവുന്ന കേസുകളെല്ലാം തീർത്തങ്ങ് വിട്ടു. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കേസ് തുടങ്ങിയ 40 വർഷം, ലാവ്ലിൻ കേസ് 40 തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചത്. ഇവിടുന്ന് ഇപ്പം ജില്ലാ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു കേസ് തുടങ്ങിക്കഴിഞ്ഞാൽ പൈസ ഉള്ളവനാണെങ്കിൽ ഒരു 10-40 വർഷം ഇത് കൊണ്ടുപോകാം. 40 വർഷം കൊണ്ട് ഇവൻ ചത്ത് കെട്ടുപൊക്കോളും, കേസും തീർന്നു പൊക്കോളും. അങ്ങനെ ധൈര്യമായിരുന്നു. പക്ഷെ അവിടെ അതല്ല. അവിടെ അങ്ങോട്ട് 7 ജില്ലകളിലെ പോലീസ് ഓഫീസേഴ്സിന് മജിസ്റ്റീരിയൽ പവർ അങ്ങോട്ട് കൊടുത്തു. മജിസ്റ്റീരിയൽ പവർ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു കേസുകൾ അവിടെ തന്നെ തീർക്കാൻ പറഞ്ഞു. ഇനി
1.37 ലക്ഷം 1,37,000 പോലീസുകാരെ പ്യുവർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്തു. അന്നേരം അത് ഇവിടെ കാണിക്കുന്ന പാർട്ടിക്കാരെ തിരികെ കയറ്റല്ലേ ചെയ്തു. പ്യുവർ മെറിറ്റ് അടിസ്ഥാനത്തിൽ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. 1ാം റാങ്കുകാരിയായ സ്ത്രീക്ക് നിയമനമില്ല PSC-യിൽ. 1ാം റാങ്കുകാരിക്കില്ല, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? പക്ഷേ യോഗി അത് ചെയ്തില്ല. പ്യുവർ മെറിറ്റിൽ 1.37 ലക്ഷം പോലീസുകാരെ അങ്ങോട്ട് നിയമിച്ചു. ഇനി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ യക്ഷ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് അങ്ങോട്ട് സംവിധാനം നടപ്പാക്കി. കിട്ടുന്നവരെ പിടിക്കാൻ തുടങ്ങി. പൂവാല ശല്യം ഒഴിവാക്കാനായിട്ട് ആന്റി റോമിയോ സ്ക്വാഡ് അങ്ങ് നടപ്പാക്കി. ഒത്തിരി പേർക്ക് കിട്ടി നല്ല കണക്കിനടി. ഞാൻ പറയുന്നത് അടി വേണ്ടവൻ അടിയും വെടി വേണ്ടവന് വെടിയും കൊടുക്കാതെ ഒരു സംസ്ഥാനം നേരെയാകുകയില്ല. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അവിടെ. അടി കിട്ടേണ്ടവൻ കിട്ടിക്കഴിഞ്ഞപ്പം ആന്റി റോമിയോ ശല്യമൊക്കെ അല്ലെങ്കിൽ പൂവാല ശല്യമൊക്കെ അങ്ങ് ഒഴിവായി. പിന്നെ PWD ഉദ്യോഗസ്ഥന്മാരുടെ പണം കൈകാര്യം ചെയ്യാനുള്ള പരിധി 5 ഇരട്ടിയായിട്ട് അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്തു. മന്ത്രിമാർക്ക് അനുവദിക്കാവുന്ന തുക 10 കോടിയിൽ നിന്ന് 50 കോടിയായി ഉയർത്തിക്കൊടുത്തു. വ്യവസായ മേഖലയിലെ അനാവശ്യ ചെക്കിങ്ങുകൾ കംപ്ലീറ്റ് ഒഴിവാക്കി കൊടുത്തു. കേരളത്തിൽ കൂജ വെള്ളം വെച്ചില്ലെന്നും പറഞ്ഞു വരെ ഉദ്യോഗസ്ഥന്മാർ അലമ്പുണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ട്. ഈയിടെ പറഞ്ഞു കേട്ടോ, ദന്തൽ ലാബിൽ, കേരളത്തിലെ ഏറ്റവും വലിയൊരു ദന്തൽ ലാബിൽ അളവ് തൂക്ക വിഭാഗം അവിടെ ചെന്ന് കിടന്ന് മസിൽ പിടിക്കുന്നു. ഈ പല്ലുണ്ടാക്കുന്ന അവിടെ ചെന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കി. എങ്ങനെ 10 ചില്ലറ ഉണ്ടാക്കാമെന്ന് ഇവിടെ നോട്ടം. അതുപോലെ ഇലക്ട്രിസിറ്റി, ലാൻഡ്, പരിസ്ഥിതി കാര്യങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് മതി. ഒരു മനുഷ്യന് സ്വയമായി അങ്ങ് ബോധ്യപ്പെടുത്താം. കാര്യങ്ങൾ സത്യമായിരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തു വേണ്ടി 70 മുതൽ 80 വരെ ശതമാനം വ്യവസായങ്ങൾ വർദ്ധിച്ചു. പിന്നെ ഇപ്പം 100 ലക്ഷം കോടി ലക്ഷ്യം വെച്ച് GDP ലക്ഷ്യം വെച്ച് ഓടുക. കൃത്യമായി വിളിച്ച് കാര്യങ്ങൾ ഓരോ ദിവസവും രാവിലെ മീറ്റിങ്ങുകൾ കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായിട്ട് പറയുക 100 ലക്ഷം കോടി രൂപയിലേക്ക് GDP എത്തിക്കണം. ഇനി ഏറ്റവും പുതിയ രസം കേൾക്കണോ? ഈ ജനുവരി 31 ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് വെളിപ്പെടുത്താൻ അന്തിമ ഓർഡർ കൊടുത്തു. ഇതിനു മുമ്പ് പലവട്ടം കൊടുത്തിട്ട് ഇവന്മാർ കൊടുത്തില്ല. ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ കയറുമ്പോൾ ഇവർക്ക് എന്തുണ്ടെന്ന് സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവർക്ക് എന്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വത്ത് വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ. അതിന് ഡെഡ് ലൈൻ കൊടുത്തു. ജനുവരി 31 68,000 ക്രിമിനൽ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തില്ല. ഫെബ്രുവരി മാസം 2-ാം തീയതി ഇവർക്ക് ശമ്പളം കിട്ടേണ്ടതാ. ഈ 68,000 പേരുടെ ശമ്പളം കട്ട് ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർക്കെതിരെ നടപടികൾ നടക്കുന്നു. ഇവിടെ കേരളത്തിൽ മാസാവസാനം തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടകളിൽ കിലോപ്പടി സ്വർണം, അയാണ്ട് 50 കിലോയിലധികം സ്വർണം ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് വിറ്റ് പോകുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും മറ്റ് കിമ്പളവും എന്തേരെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തേരെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. തിരുവനന്തപുരം ടൗണിലുള്ള സ്വർണ്ണക്കടകളിൽ നിന്ന് മാസാവസാനം 50 കിലോ സ്വർണം വീതം വിൽക്കുന്ന സ്വർണ്ണക്കടകൾ പലതും ഉണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമത വിലയിരുത്താൻ IIT, NIT പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ഏൽപ്പിച്ചു. അവിടെ UP ജില്ലാ കമ്മിറ്റിയെ കേരളത്തിൽ ഏൽപ്പിക്കുന്ന പോലെ അല്ല ഏൽപ്പിച്ചത്. ഇവിടെ എന്നതിൽ ഉണ്ടായ പാർട്ടി അന്വേഷിക്കുമെന്നല്ലേ പറയുന്നത്. അവിടെ അങ്ങനെയല്ല. IIT, NIT പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ഏൽപ്പിച്ചു. ഇനി പുതിയ കൺസ്ട്രക്ഷൻ എല്ലാം 5 വർഷം മെയിൻ്റനൻസ് ഉൾപ്പെടെയാണ് നടത്തുന്നത്. ആ തോന്നിവാസം ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ നടക്കുകയില്ല. ഇനി ഭരണതടസ്സം മാറി പൊതുജനത്തിന് ഉപകാരമാകുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. അപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാവോ? ഈ കുത്തഴിഞ്ഞു കിടന്ന UP ഈ 17 മുതലുള്ള പരിഷ്കാരങ്ങൾ ഇങ്ങോട്ട് കൃത്യമായിട്ട് വന്നപ്പോൾ ഇപ്പം സുഗമമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മൾ ഈ UP എന്ന് കേൾക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ കാവി ഡ്രസ്സും ഇദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയും മാത്രം ഓർക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊന്നും കാണാൻ പറ്റാതെ വരുന്നത്. അതേസമയത്ത് അത് രണ്ടും അങ്ങോട്ട് മാറ്റി നിർത്തി ചെയ്ത കാര്യങ്ങൾ കട്ട് ആൻഡ് ട്രൈ ആണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തുടങ്ങിയെടുത്ത് തന്നെ പറയാം. 2017 ഇദ്ദേഹം അധികാരത്തിൽ കയറുമ്പോൾ 14.46 ലക്ഷം കോടിയായിരുന്നു GDP. ഇപ്പോൾ ആ GDP 2025 കണക്കനുസരിച്ച് 36 ലക്ഷം കോടിയിലേക്ക് എത്തിച്ചു. അത് 100 ലക്ഷം കോടിയിലേക്ക് വരത്തക്ക രീതിയിൽ ലക്ഷ്യം വെച്ചോടുക. ഇതല്ലേ ഭരണം? ഇതായിരിക്കണ്ടേ ഭരണം? ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ വേഷവും അദ്ദേഹമായിരിക്കുന്ന പാർട്ടിയും ഒഴിച്ചിട്ട് കാണാൻ പറ്റിയാൽ നമ്മൾ നല്ലതാണെന്ന് തന്നെ കാണണം. നമുക്കും അങ്ങനെ ഒരു സാഹചര്യങ്ങൾ, നല്ലൊരു നേതാവ് നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുവരും എന്ന് വളരെ പ്രത്യാശയോടെ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.